ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊഹാപോഹം കമൻറ്റുകളായിട്ട് കമൻറ്റ് ബോക്സിലിടുക. എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം അയക്കാൻ മറക്കരുതേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയേറെ വിശേഷപ്പെട്ടൊരു വീഡിയോയാണ്. നമ്മുടെ പലരുടെയും വീടുകളിൽ ഒരു ഫാൻ പോയാലോ അല്ലെങ്കിൽ ഒരു പൈപ്പ് കേടായാലോ പിന്നെ അത് ശരിയാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ശരിയാക്കാനുള്ള സാഹചര്യം അപ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്നാൽ ചിലരങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ഫാനോ ഒരു സ്വിച്ചോ ഒരു ബൾബോ അങ്ങനെ എന്തെങ്കിലും പോയാൽ അപ്പോൾ തന്നെ ശരിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാൻ ഇത് കംപ്ലൈൻ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മളൊരു ഫാൻ വാങ്ങി വെച്ചിരിക്കുന്നു, അതിവിടെ ഹാളിൽ ഇടണം. അപ്പോൾ ഈ ഒരു ഫാന് റൂമിലും മാറ്റിയിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴായിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ചു. പക്ഷേ ഇടയ്ക്കൊക്കെ വിളിച്ചപ്പോൾ പുള്ളിക്കാരന് പനിയായതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പിന്നെ അതങ്ങ് മടുത്ത് മാറ്റി വെച്ചു. മറ്റുള്ളവരുടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാമെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരു സാധനം മാറ്റിയിടാനും എടുക്കാനും ഒക്കെ സാധിക്കുമല്ലോ. പക്ഷേ ഇവിടെ നമ്മളും എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യിക്കാനായിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു. കറണ്ടിലൊക്കെ കളിക്കുന്നത് അപകടകരമാണല്ലോ. അത് ഓർത്തിട്ട് നമ്മൾ സമ്മതിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ധാരാളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാത്തവർ നമ്മളുടെ വീഡിയോയൊക്കെ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാന് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ഫാൻ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് താങ്ങി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവനങ്ങ് ചെയ്തോളും. നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്ന് എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഫാന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടി ഇല്ലാഞ്ഞില്ല. പിന്നെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് അതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. രാത്രി 9:30 ആയപ്പോഴായത് ശരിയാക്കാൻ കയറിയത് കേട്ടോ. അതുവരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, നമ്മുടെ ഫാൻ ഇതുവരെ നമുക്കവിടെ മാറ്റിയിടാൻ പറ്റിയില്ലല്ലോ മോനെ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാനിപ്പോൾ തന്നെ റെഡിയാക്കിയിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചാടി അവിടെ എഴുന്നേറ്റ് ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ രക്ഷകർത്താക്കളും അവരുടെ മക്കളെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളൊന്നും ചെയ്യാൻ ആരും തന്നെ കുട്ടികളെ പ്രേരിപ്പിക്കാറില്ല, അല്ലെങ്കിൽ അവർക്കൊരു എൻകറേജ്മെൻറ്റ് അത് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുമില്ല. ചില കുട്ടികൾ നേരെ തിരിച്ചാണ് കേട്ടോ. അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. അത് അങ്ങനെയുള്ള കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് കുഞ്ഞുനാൾ മുതൽ തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാൽ എന്ത് ചെയ്യുന്നു, കുറേ അത് കളിച്ച് അത് പഴകി വരുമ്പോൾ അതിനെ തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ അകത്ത് എന്താണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ഒരു ആകാംക്ഷ കൂടിയൊരു മകനായിരുന്നു എൻ്റെ മകൻ കേട്ടോ. അതുകൊണ്ട് തന്നെ കളിപ്പാട്ടം വാങ്ങി നമ്മൾ മടുത്തിട്ടുണ്ട്. അത്രത്തോളം കളിപ്പാട്ടം അവൻ വാങ്ങിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. പിന്നീട് മോനുണ്ടായപ്പോൾ അവൻ്റെ 7 വയസ്സിന് ഡിഫറൻസ് ആ മോക്ക്. അപ്പം അതിനുശേഷം മോളുണ്ടായപ്പം അവക്ക് വാങ്ങുന്ന കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ ഇവൻ കുറച്ച് ദിവസം ആകുമ്പോൾ ഇത് തല്ലിയൊക്കെ പൊട്ടിച്ച്, കാറായാലും മറ്റേ അങ്ങനെയുള്ള എന്ത് കളിപ്പാട്ടങ്ങളായാലും ഇതൊക്കെ തല്ലി പൊട്ടിച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന മോട്ടർ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇവൻ ചെറിയ LED ബൾബും വയറും ഒക്കെ കൊടുത്തിട്ട് പ്രവർത്തിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു താല്പര്യം വളരെ ചെറുതിലെ തന്നെ ഇവനിലെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മളത് പേടിച്ചിട്ട് അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ നല്ലതുപോലെ വീട്ടിലെ എന്ത് പൈപ്പായാലും അതുപോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഇടാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്കിന്ന് പണിക്കാരെ കിട്ടാത്തത്. ചെറിയ ഒരു സ്വിച്ച് പോയാലോ ഒരു ബൾബ് മാറ്റി
മാറ്റിയിടാനായാലോ അല്ലെങ്കിൽ ഒരു ഫാൻ കംപ്ലൈൻ്റ് ആയാൽ അത് പെട്ടെന്ന് ശരിയാക്കി തരാനോ ഒക്കെ നമ്മളൊരു ഇലക്ട്രീഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസത്തെ കൂലി നമ്മൾ കൊടുക്കുകയും വേണം. ചിലപ്പോൾ അവർക്ക് വലിയ പണികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളാവുമ്പോൾ ഇങ്ങനെയുള്ള പണിക്കാരെയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഈ ഒരു ഫാന് ആ ഹാളിൽ കിടന്ന ഫാന് അത് നല്ല പൊടിയടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ടോ. അതിന് നന്നായിട്ട് തുടച്ചിട്ട് ഇനി അതിനെ നമുക്ക് അടുത്തൊരു റൂമിലോട്ട് മാറ്റണം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ആ ഒരു ഫാൻ ഇട്ടാൽ മതി, നമുക്ക് ഈ ഒരു ഫാൻ ഫിറ്റ് ചെയ്യുന്നത് അടുത്ത ദിവസത്തിലേക്ക് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി കേട്ടോ. പക്ഷേ അതിനും എന്നെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അതൊന്നും പറ്റത്തില്ല, ഇന്ന് തന്നെ ഇടണം, ഇപ്പോൾ തന്നെ എനിക്കെല്ലാം ക്ലിയർ ചെയ്യണം എന്ന ഒരു ഭാവത്തിലാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഫാൻ കറങ്ങുമോ എന്ന് സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട് കേട്ടോ. പക്ഷെ അവൻ ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഫാനൊക്കെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശരിയായ രീതിയിൽ കറങ്ങോ അല്ലെങ്കിൽ തിരിഞ്ഞ് കറങ്ങോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വയറുകൾ തമ്മിൽ ഇടുമ്പോൾ അത് ഷോർട്ടാവോ, ഇതൊക്കെ ഒരു പേടിയാണ്. എങ്കിലും ഞാൻ ആ ഒരു ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കറണ്ടെല്ലാം സ്വിച്ചെല്ലാം ഓഫാക്കി അതൊക്കെ നല്ല സേഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പണിത്തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വട്ട പണിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഫാനൊക്കെ അവസാന വട്ട മിനുക്ക് പണിയിലാണ്. അവസാനത്തെ ആ വയർ ഘടിപ്പിക്കലും ചെറിയ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത് കേട്ട പാടെ തന്നെ ഫാനിൻ്റെ ലീഫുകളും എല്ലാം എടുത്ത് ഫിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ അതിന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതിന് ശേഷമാണ് കേട്ടോ ഇത് മറ്റേ ഫാൻ അഴിച്ച് എടുക്കാനായിട്ട് കയറിയപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ആലോചിച്ചത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു ലീഫ് ഫിറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം അവൻ സ്വന്തമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കഴിവിന് നമുക്ക് അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതി വരില്ല. ഇത് നിങ്ങൾ ഈ ഒരു കുട്ടിക്ക് പ്രോത്സാഹനമായിട്ട് നിങ്ങളും അവനൊരു ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുമെന്ന് വളരെയേറെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു 16 വയസ്സുകാരൻ്റെ വളരെ സമയോചിതമായ പ്രവൃത്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫാൻ കറങ്ങുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഈ വളർന്നു വരുന്ന ഇതുപോലുള്ള തലമുറകൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇവൻ VHSC +1 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ഏതൊരു മക്കൾക്കായാലും, എൻ്റെ മകനെന്നല്ല ഏതൊരു മക്കളായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം തീർത്തും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ അവസാനവട്ട പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് കറങ്ങുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അവനുണ്ട്. പക്ഷേ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ പകുതി മനസ്സിലിരിക്കുകയാണ്, കറങ്ങുമോ കറങ്ങില്ലയോ എന്നൊക്കെ എനിക്ക് ചെറിയ സംശയമുണ്ട്. കണ്ടു വയറൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വീണ്ടും ഒക്കെ തേടി അതിനെ ഒന്നുമൊക്കെ വലിച്ചൊക്കെ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരു സംശയം ഇല്ലാതില്ല ഇത് കറങ്ങോ ഇല്ലേന്ന്. എന്നാലും കറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് കൊടുക്കത്തില്ലേ? ശരിക്കും നിങ്ങളിത് കറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. കറങ്ങില്ലെങ്കിൽ നമുക്ക് വേണ്ട. അവന് അടുത്ത തവണ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതൊരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾ കരുതിയാൽ മാത്രം മതി. അപ്പോൾ ഫാൻ കറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ ഒരു കുട്ടിക്ക് പ്രോത്സാഹനം നൽകുമെന്നുള്ള വിശ്വാസമുണ്ട്.
അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾക്ക് ഇതേപോലെ നമ്മുടെ മക്കളെ ഡോക്ടറും എൻജിനീയറും അതുപോലെ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവരും അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പദവികൾ മാത്രം ആഗ്രഹിക്കുന്നവരായാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഇപ്പോൾ ഡോക്ടർ മാത്രമായാൽ കഴിഞ്ഞാൽ എൻജിനീയർമാർക്ക് പണിയൊന്നും വേണ്ടേ? അപ്പോൾ അവർക്ക് വീട് വയ്ക്കാനും മറ്റുമൊക്കെ ആൾ വേണ്ടേ? അതേപോലെ ഓരോരോ തൊഴിൽ മേഖലയിലും അതിൻ്റേതായ പണിയെടുക്കുന്ന ആളുകൾ ആവശ്യമാണ്. അങ്ങനെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ മക്കളെ ഇതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരങ്ങ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് ചെയ്യാൻ ഞാൻ പ്രോത്സാഹനം കൊടുത്തത് വേറൊന്നുമല്ല, ഇതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പൈപ്പ് പിന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. പൈപ്പ് ലീക്കായി വെള്ളം ഇങ്ങനെ വാഷ് ബേസിനിൽ ഒരു കൈ കഴുകാൻ പറ്റത്തില്ല, നമുക്ക് തുറക്കാൻ പറ്റത്തില്ല, അവിടെ മൊത്തം ലീക്കായി. പക്ഷെ ആ ഒരു പൈപ്പ് അവൻ തന്നെ സ്വന്തമായിട്ട് അതിനെ ശരിയാക്കിയെടുത്തു. അപ്പോഴും ഞാൻ കണ്ടതാ അവൻ്റെ ആ ഒരു മിടുക്ക് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെയും ഒരു പരാജയം സംഭവിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സ്വിച്ച് ഇടുന്ന ആ ഒരു വർക്കാണ്. അടിപൊളി. ഇത് കണ്ടോ ഗൈസ്? അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാൻ ഹൈ സ്പീഡിൽ കറങ്ങുകയാണ്. അവൻ്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടോ? എന്നോട് വെല്ലുവിളിച്ചിട്ട് അവൻ അവിടെ കിടന്ന് കാറ്റ് കൊള്ളുകയാണ് ഞാൻ ഈ ചെയ്തത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ എന്തായാലും അവന് അതിനൊരു പ്രശംസ കൊടുക്കൽ അത്യാവശ്യമാണ്. ഞാനിതാ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അത്രയ്ക്ക് എനിക്ക് സന്തോഷമായി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഇതേപോലെ ുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പം ശരിക്കും നമുക്ക് അവരെ അഭിനന്ദിക്കണം. അത് അത്യാവശ്യമാണ്. ഇനി ഈ മറ്റേ ഫാൻ എടുത്ത് റൂമിൽ ഇടണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടും അത് ഇടും എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ റൂമിൽ അധികം വെളിച്ചം അതിൻ്റെ നമ്മൾ സ്വിച്ച് ഓഫാക്കുമ്പോൾ എന്തായാലും ഓഫാക്കിയിട്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓഫാക്കുമ്പോൾ നമുക്ക് അധികം വെട്ടം കിട്ടത്തില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് ഇപ്പോഴാണ് നമ്മൾ കറണ്ട് ഇട്ടത് കേട്ടോ. ഇനിയാണ് നമുക്ക് അവിടെ വെട്ടം വരുന്നത്. അപ്പോൾ ആ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതും ശരിയായ രീതിയിൽ തന്നെ ഹൈ സ്പീഡിൽ തന്നെ അതും നോക്കി കറങ്ങുകയാണ്. നമ്മൾ ആ തുടച്ച് വൃത്തിയാക്കിയ ഫാനാണ് എടുത്ത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.